സവാള ഈ ജനാധിപത്യ രാജ്യത്ത് വർഗീയമായി ആളുകളെ ചേരി തിരിഞ്ഞ് സംഘർഷമുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്ന സംഘപരിവാർ സംഘടനകളുടെ പരിശ്രമമാണ് ഇത്തരത്തിലുള്ള ലവ് ജിഹാദ് വിഷയം നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത്. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു കേസുകളും ഉണ്ടായിട്ടില്ലെന്നും പാർലമെന്റിൽ പോലും ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിമാർ പറഞ്ഞിട്ടുള്ളതാണ്. സത്യമായിരിക്കും, സത്യവാൻ പറഞ്ഞതല്ലേ. ഇന്ത്യയിൽ ഇന്ന് വരെ ലവ് ജിഹാദ് സംബന്ധിച്ചൊരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, കേരളത്തിൽ പോലുമില്ല. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. എന്തുകൊണ്ടാണ് ഈ ലവ് ജിഹാദ് എന്ന വിഷയം വീണ്ടും വീണ്ടും നമ്മുടെ അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സമൂഹത്തെ ജാതീയമായി വർഗീയമായി വേർതിരിച്ച് നടത്തിക്കൊണ്ട് സമൂഹത്തിൽ കലഹവും അന്തഛിദ്രവും ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാർ നടത്തുന്ന ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അങ്ങ് ഈ കൊട്ടാരക്കരയിൽ നടന്ന സംഭവം അറിഞ്ഞു കാണുമല്ലോ. സത്യസരണയിൽ കൊണ്ടുപോകും എന്നെ, അവിടെ ക്ലാസ് ഉണ്ട്, അവിടെ നിർത്തും, മതം മാറിയേ പറ്റൂ, മതം മാറിക്കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും, ആ ക്യാഷ് കിട്ടിയിട്ട് വേണം സഹോദരിയെ കല്യാണം കഴിപ്പിക്കാനും നല്ലൊരു വീട് വെക്കാനും എന്ന് ഈ പയ്യൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്, വേറെ. ഇത് ഒരു കുടുംബത്തിനകത്ത് നടന്ന കാര്യമാണ്. പക്ഷേ സമൂഹത്തിൽ വ്യാപകമായി വരുന്ന വലിയൊരു അപകടത്തെ തുറന്നു കാണിക്കുക കൂടി ചെയ്യുന്നതാണ്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. കോതമംഗലത്ത് 23-കാരിയുടെ ആത്മഹത്യക്ക് പിന്നിൽ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമമെന്ന് ആരോപണം. കല്യാണം കഴിക്കണം നമുക്ക് മനസ്സിലാവും, ഇത് മതം മാറ്റണം എന്തിനാന്ന് എനിക്ക് അറിയാൻ പാടില്ല. പൊന്നാനിൽ ഞങ്ങൾ അറിയാതെ കൊണ്ടു നിർബന്ധം പിടിച്ച ആ മാനസിക സമ്മർദ്ദത്തിലാണ് എന്റെ മോള് മരിച്ചത്. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? അവള് ജീവൻ കൊടുത്ത് അവനെ അങ്ങ് സ്നേഹിച്ചു. പക്ഷെ അവന് മതമായിരുന്നു, അവന്റെ മതം മാത്രം നോക്കിയുള്ളൂ, എന്റെ കൊച്ചിന് നോക്കിയില്ല. എന്തല്ലേ ഇങ്ങനെ ലവ് ജിഹാദിന്റെ തുടർക്കഥകൾ കേരള സമൂഹത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പൂർണ്ണമായും നിരാകരിക്കുകയാണ് ഇവിടുത്തെ ഇടതു വലത് മുന്നണികൾ. അവരുടെ ലക്ഷ്യം വളരെ കൃത്യമായി ന്യൂനപക്ഷ വോട്ട് ബാങ്കാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇതൊന്നും ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. ലവ് ജിഹാദ് എന്ന് പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഇടത് വലത് മുന്നണികൾക്ക് ഹാലിളകുന്നതൊക്കെ മനസ്സിലാക്കാം. നമ്മളെ കാണിക്കാൻ ഇത് യാഥാർത്ഥ്യമാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇത് കഴിയുന്ന കാര്യാവും. അതല്ലാതെ ഇതെങ്ങനെയാണ് സംഘപരിവാർ ബോധപൂർവം ഇത്തരത്തിൽ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുന്നു എന്ന് പറയുന്നത്? നീ ആള് കാഞ്ഞ വിത്തോളല്ലോടാ. നോക്കൂ, ഈ വിഷയം ജനം ടി വി ചർച്ചയ്ക്ക് എടുക്കുന്നത് തന്നെ ഇതിന് വർഗീയമായിട്ടുള്ള ഒരു നിറം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. നമ്മുടെ മതേതരത്വ ഭരണഘടനയിൽ, അതായത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ അവൻ വിശ്വസിക്കുന്ന മതം വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുവാനുമുള്ള മൗലിക അവകാശമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് ഇവിടെ പ്രണയം എന്ന് പറയുന്നത് അത്ര ഭീകരമായിട്ടുള്ള ഒരു വസ്തുതയാണോ? നമ്മുടെ സമൂഹത്തിൽ ആളുകൾ അല്ലെങ്കിൽ യുവാക്കൾ പ്രണയിക്കുകയോ അല്ലെങ്കിൽ അവർ വിവാഹത്തിലേക്ക് എത്തുകയോ ഒക്കെ ചെയ്യുന്നത്, അതിന്റെ ഇടയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിനെയൊക്കെ നിങ്ങൾ ഈ വർഗീയമായിട്ട് ഇതിനെ തരംതിരിച്ച് അതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ സംഘപരിവാറിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തിനെ എന്തിനാണ് കൊണ്ട് വഴിതിരിച്ചു വിടുന്നത്? അത് ശരി, ഇപ്പൊ ഞങ്ങളുടെ കുഴപ്പമായ ഇത് നമ്മുടെ സമൂഹത്തിലെ നാം പിന്നോട്ടടിക്കുകയും നമ്മുടെ വികസന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതല്ലേ? നമ്മുടെ കേരളത്തിൽ ഒരിക്കൽ പോലും ഒരു ലവ് ജിഹാദ് സംബന്ധിച്ചൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തൊരു ബുദ്ധിയാണ് നിനക്ക്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പല അന്വേഷണ ഏജൻസികളും അന്വേഷിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ആരോപണങ്ങൾ. ഇങ്ങോട്ടൊന്നും പറയണ്ട, അതെ മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ചാങ്കൂർ ബാബ എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ഒരു മതം മാറ്റക്കാരനെ വളരെ കൃത്യമായി UP പോലീസ് പിടിച്ചുകെട്ടിയിട്ടുണ്ട്. അങ്ങനെ കേൾക്കുന്ന മാത്രം വിശ്വസിക്കുന്നത് മോശമല്ല അച്ചോ. ഓഹോ, അപ്പൊ താൻ നേരിട്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ. അതെ, ശരി. തന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് ഇല്ലല്ല. ഇത്തരത്തിൽ അന്യമതസ്ഥരായ യുവതികളെ പ്രണയിച്ച് ഈ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിൽ 500 കോടി രൂപയുടെ വിദേശ ഫണ്ട് അടക്കം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നമ്മുടെ ഏജൻസികൾ ആ വിഷയം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഇവിടെ ആർക്കും അന്വേഷിക്കണ്ടല്ലോ, എല്ലാവർക്കും കയറി ഇറങ്ങാൻ ഞാൻ ഒരുത്തണ്ടല്ലോ ഇവിടെ. വെറും പ്രണയം എന്ന് നിങ്ങൾ അങ്ങനെ തള്ളി പറയില്ലേ? ഇതിന്റെ അകത്തുള്ള ഒരു ഭീകരത നിങ്ങൾ കാണാത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ് വലിയ ചോദ്യമായി ഉയരുന്നത്. എന്താ വിചാരിച്ചേ? ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ? ചിലപ്പോൾ ചില പ്രണയ വിവാഹങ്ങളിൽ അങ്ങനെ ഉണ്ടാകാം. പക്ഷേ ഇത് പറയുന്നത് അങ്ങനെയല്ലല്ലോ. മതപരിവർത്തനം നടത്തിയാൽ പണം കിട്ടുന്നു, പിന്നിൽ കുറേയേറെ ആളുകളുണ്ട്.
അപ്പോൾ ഒരു സംഘടിതമായി ഒരു സംഘം തന്നെ ഇത്തരത്തിൽ അന്യമതസ്ഥരായ പെൺകുട്ടികളെ തേടിപ്പിടിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഒരു സംഘടിത ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെ നിസ്സാരമായി പ്രണയത്തിന്റെ ആ 3 അക്ഷരത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയുന്നതാണോ? നിങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. അതായത് നമ്മുടെ മതസൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തെ ശിഥിലമാക്കുക, ശിഥിലീകരിപ്പിക്കുക, വർഗീയമായിട്ട് ചേരിതിരിവ് സൃഷ്ടിക്കുവാൻ അതിനു വേണ്ടുന്ന പണിപ്പാട് നടത്തുക. നീ എന്ത് വർത്താനായി പറയണത്? വിവരക്കേട്. ഇത് ഒരു നിസാര പ്രണയമാണ്. ഒരു പ്രണയത്തിന് ഇങ്ങനെ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കരുത് എന്നാണ് ഉയരുന്ന വാദം. ഇത് പിടിച്ചു നിൽക്കാനുള്ള ബാലിന്റെ 18ാമത്തെ തടവ. ഇത്തരത്തിലെ ഒരു പെൺകുട്ടിയുടെ, ഒരു മൈനർ പെൺകുട്ടിയുടെ ഒരു പരാതിയെ നിങ്ങൾ എന്തുകൊണ്ടാണ് ലവ് ജിഹാദ് എന്ന ഒരു നിഗമനത്തിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് അതിനെ അത്തരത്തിൽ ഇതിനെ വഴിതിരിച്ചു വിടുക? ഒരുമാതിരി അരിവർത്ത വർത്താനം എന്നോട് പറയരുത്. അതിനെ ആ പേര് തന്നെ വിളിക്കാനേ സൗകര്യമുള്ളൂ. അതാണ് ഇവിടെ നടക്കുന്നത്. വളരെ കൃത്യമായി ലവ് ജിഹാദ് എന്ന പേര് തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളെ വിളിക്കേണ്ടത്. അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. പിന്നല്ലാതെ ഡോക്ടർ ആരിഫ് ഹുസൈൻ, ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് കേരളത്തിൽ പറയാൻ പോലും മടിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അത്രയാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ഈ വാക്കിനെ ഭയപ്പെടുന്നത്. പേടിയാ പുളിക്കും, പേടിക്കും, ദൈവന്മാര് പേടിക്കും. ഇത് വെറും പ്രണയമാണെന്നൊക്കെയാണ് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള റാക്കറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ചില കേന്ദ്രങ്ങൾക്ക്, ചില വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് നീങ്ങുന്ന കേന്ദ്രങ്ങൾക്ക് വല്ലാതെ പൊള്ളുകയാണ്. ഇത് കേരളത്തെ വല്ലാത്തൊരു അപകടസ്ഥിതിയിലേക്കല്ലേ കൊണ്ടെത്തിക്കുന്നത്? അപകടസ്ഥിതിയിലേക്കാണ് കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തെ മാത്രമല്ല മൊത്തം ജനതയെ ബാധിക്കുന്ന വിഷയമാണ്. അത് ഇന്ത്യ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണത്. കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയാക്കാം. മതം മാറുക, മതം നോക്കാതെ കല്യാണം കഴിക്കുക, കാസ്റ്റ് നോക്കാതെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ്. അതിലൊരു തർക്കമില്ല. രാഘവൻ പറഞ്ഞത് വാസ്തവം. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മതത്തിൽപ്പെട്ട ആളെ മാത്രം കല്യാണം കഴിക്കുക എന്ന് പറയുക, അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ പ്രണയിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു കൂട്ടം ആളുകൾ ഈ ഒരു സാധ്യതയെ മുതലെടുത്തുകൊണ്ട് അവരുടെ മതം വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മതം മാറ്റം. അതായത് ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രണയം, അത് മതം അവിടെ വരുന്നു, അതിനകത്ത് ആണ് മുസ്ലിമും പെണ്ണ് അമുസ്ലിമും ആവുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിന്ന് ലവ് ജിഹാദ് ആണ് എന്ന രീതിയിലേക്ക് അതിന് ബാഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനാരാണ് ഉത്തരവാദി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നീതി കണ്ടിട്ടുണ്ടാവില്ല. അതിന് ഉത്തരവാദികൾ 2 കൂട്ടം ആളുകളാണ്. ഒന്ന്, ഇത് ബോധപൂർവം ഇതൊരു വഴിയായിട്ട് കൊണ്ടു നടന്നുകൊണ്ട് ചെയ്യുന്ന ഇസ്ലാമിന്റെ ആളുകൾ. അങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും, ഇസ്ലാമിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം. ഇസ്ലാമിൽ ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ദഅവത്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ പറയുക, അത് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു അവിശ്വാസിയായ ആള് ഇതുപോലെ മതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് മതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം തന്നെയാണ്. അതാണ് സത്യം. അത് ആരാണ് ചെയ്യുന്നത്? അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ആരാണ് നടക്കുന്നത്? അത് ഈ മതത്തിന്റെ വക്താക്കൾ, ഈ ഇസ്ലാമിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കുന്ന, അല്ലെങ്കിൽ ജിഹാദികൾ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആളുകളാണ് അത് ചെയ്യുന്നത്. ആര് പറഞ്ഞു? എനിക്കറിയാം. ഇത് മതത്തിലെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പണിയാണ്. ഞാനൊരു ഇസ്ലാം എന്നുള്ള ഒരൊറ്റ മതത്തെ മാത്രമല്ല, സെമിറ്റിക് മതങ്ങളെന്നും നമ്മൾ വിളിക്കാറുള്ള ക്രിസ്ത്യാനിറ്റി ഉൾപ്പെടെയുള്ള മതങ്ങളെ ആ ഗണത്തിലേക്ക് ഉൾപ്പെടുത്തുക. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഒരു മതം വളർത്തുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട്, ആ ആശയത്തിലേക്ക് ആളെ ചേർക്കുക എന്ന് പറയുന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു രീതി, അത് സെമിറ്റിക് മതങ്ങളുടെ രീതിയാണ്. അപ്പൊ ചേട്ടൻ തറയാണല്ലേ? തൊട്ട് മുന്നേ സംസാരിച്ച ആളൊക്കെ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഹിന്ദു മദ്രസ നടത്താൻ കഴിയില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ അത്രക്കാരൻ കാരണം എന്താണ്? ഇവിടെ ഒരു ഹിന്ദു ആയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദു കിതാബുകളിൽ ഏതെങ്കിലും എഴുതി വെച്ച സാധനങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് അത് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു മാനദണ്ഡം നിങ്ങൾക്ക് വെക്കാൻ കഴിയില്ല. അത് ശരിയാ, അത് ശരിയാ. ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത്? കാരണം ഇസ്ലാമിൽ നിങ്ങൾക്ക് ഒരു കിതാബുണ്ട്, നിങ്ങൾക്കൊരു നിയമം അവിടെ ചുരുട്ടി പിടിച്ച് നിങ്ങൾക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം എന്ന് പറഞ്ഞിട്ട് 11 കാര്യം നിങ്ങൾക്ക് എണ്ണി പറഞ്ഞു കൊടുക്കാൻ പറ്റും. 10 കൽപ്പനകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിന്ന് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു സാധനം ഇപ്പുറത്തുനിന്ന് എടുക്കാൻ പറ്റാത്ത കാലത്തോളം ഇത് സാധിക്കില്ല. ഇവിടെ അത് കൊട്ടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. ഇനി രണ്ടാമത്തെ കൂട്ടം ആളുകൾ ആരാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? അത് ഇതിൽ ദൂഷ്യവശങ്ങൾ പുറത്ത് ചർച്ചയാക്കാൻ വിമുഖത കാണിക്കുന്ന ആളുകൾ, ചർച്ചയാക്കുന്ന ആളുകളെ നിശബ്ദരാക്കാൻ നോക്കുന്ന ആളുകൾ, ഇത് കണ്ടിട്ടും മൗനം നടിച്ച്, ഇത് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, ഇവരാണ് ഇത് വഷളാക്കുന്നത്. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ഇനി ഇതിന്റെ ഇരകൾ ആരാണ്? ഇതിന്റെ ഇരകൾ എന്ന് പറയുന്നത് ആദ്യത്തെ ഇരകൾ സാധാരണ മുസ്ലിങ്ങളാണ്. സാധാരണ മുസ്ലിങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരിക. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇവനെ മാത്രം തട്ടിയാ പോരാ, ആദ്യം
ആദ്യം തട്ടേണ്ടത് ആ ഗബ്ബാറിനെയാ. മുസ്ലിം സമുദായത്തിലെ ഒരു ചെറു ന്യൂനപക്ഷം വരുന്ന ആളുകൾ സംഘടിതമായി ഇത്തരത്തിൽ മതപരിവർത്തനം നടത്താൻ മുന്നിട്ടിറങ്ങുമ്പോൾ, അതായത് മതത്തിലേക്ക് ആളെ കൂട്ടാൻ ഏത് വഴിയും സ്വീകരിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുമ്പോൾ മറ്റാളുകൾക്ക് അത് വലിയ പ്രശ്നമാകുകയാണ്, ആ സമുദായത്തിൽ തന്നെ വലിയ പ്രശ്നമാകുകയാണ്. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. ലവ് ജിഹാദ് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുമ്പോഴാണ് ഇത് ആളുകൾക്ക് മനസ്സിലാകാത്തത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സത്യത്തിൽ ഈ ലവ് ജിഹാദിന്റെ ഒരു ഒന്നാന്തരം ഉദാഹരണം നമ്മുടെ നാട്ടിലുണ്ട്. അത് കമല സുരയ്യയാണ്, അല്ലെങ്കിൽ നമ്മുടെ മാധവിക്കുട്ടിയാണ്. അത് തന്നെ പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവാത്തതുണ്ട്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് കൺവേർഷൻ ജിഹാദ് എന്നുള്ള വാക്ക്. പച്ചയ്ക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കി, ഇത് ആളുകൾ ചർച്ചയാക്കും. കൺവേർഷൻ ജിഹാദ് ഇസ്ലാമിലുള്ള സാധനമാണ്. അത് ആര് വന്ന് ചലഞ്ച് ചെയ്താലും തെളിയിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. മോശമായി പോട്ടോ, ഭയങ്കര മോശമായി പോയി. Zimam zimam bing bing boo, tum 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 tum